ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാസ്തുവിനെ കുറിച്ചിട്ട് അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാസ്തു ഒരു പരിധിവരെ വാസ്തു ഉണ്ട്, വാസ്തു ഇല്ല എന്ന് പറയാനില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല കണക്കും കാര്യങ്ങളും നോക്കാണ്ടാണ് ചെയ്യുന്നത്. പിന്നെ വാസ്തു നമുക്ക് ഇപ്പോഴത്തെ ഈ 4 സെൻറ്റ് 5 സെൻറ്റിലൊക്കെ ഒരു പരിധി വരെ നമുക്ക് വാസ്തു നോക്കാൻ പറ്റും. ഇപ്പോഴും വാസ്തു നോക്കാൻ വരുന്നവരും അങ്ങനെ നോക്കത്തുള്ളൂ. എല്ലാം ഒത്തൊരുമിച്ച് ഇപ്പം 4 സെൻറ്റിൽ അല്ലെങ്കിൽ 3 സെൻറ്റിൽ നമുക്ക് എല്ലാ വാസ്തു കിട്ടണമെന്നില്ല. കാരണം ഇതിനകത്ത് സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ കിണർ നമ്മൾ കൊണ്ടുവയ്ക്കുന്നിടത്ത് അപ്പുറത്തിരിക്കുന്നവൻ്റെ സെപ്റ്റിക് ടാങ്ക് ആയിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ അതുമായിട്ട് ഒരു 10 മീറ്ററോ 5 മീറ്ററോ പോലും ഡിസ്റ്റൻസ് ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വാസ്തു നോക്കി കിണർ കുഴിക്കാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നത്തെ ഈ അടുക്കിയുള്ള ഈ ട്രിവാൻഡ്രത്തൊക്കെ ചെയ്യുന്ന. ബാക്കിയുള്ള സ്ഥലത്ത് കുഴപ്പമില്ല, മെയിൻലി ട്രിവാൻഡ്രത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 1 ഏക്കർ വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിനെ ലാൻഡ് ഒരു 4-5 സെൻറ്റ് വെച്ചിട്ടായിരിക്കും ഫുള്ള് തിരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അപ്പുറത്തെ ആളുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ അടുത്തായിരിക്കും നമ്മൾ കിണറിന് ചിലപ്പോൾ സ്ഥാനം വരുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു മാക്സിമം വാസ്തു എന്ന് പറയുന്നത് ഒരു 70% വരെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് പിടിക്കും. പിന്നെ വാസ്തു ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തു ഒരു പരിധി വരെ വാസ്തുവിലും അർത്ഥമുണ്ട്. കാരണം ഒന്നുമില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് നടക്കുന്ന സൗകര്യങ്ങൾ, ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലോട്ട് കയറുമ്പം ഒരാൾ ഒഴിഞ്ഞു കൊടുക്കാണ്ട് കയറാൻ പറ്റുക, സ്റ്റെപ്പിൻ്റെ ഇത്. ഇപ്പോൾ നമ്മൾ ഇടത്തോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ ഇടത് സൈഡിൽ ഹാൻഡ് റെയിൽ വെക്കേണ്ടി വരും. അപ്പോൾ ആ ഹാൻഡ് റെയിൽ വെക്കുമ്പോൾ ഇടത് സൈഡ് കൈക്ക് പവറില്ലാത്ത ആൾക്കാർക്ക്, വയസ്സായവർക്ക് പിടിച്ചു കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പം വലത്തോട്ട് വെക്കുമ്പോൾ വലത് കൈക്ക് എപ്പോഴും നമുക്കൊരു പവർ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻലി വലത്തോട്ട് കറങ്ങി കയറണം. അപ്പോൾ വലത്തോട്ട് കറങ്ങി കയറുമ്പോൾ നമുക്ക് ബ്രെയിനും അതിൻ്റേതായിട്ടുള്ള ഒരിതുണ്ട്. അതുകൊണ്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ അവരതങ്ങനെ നോക്കുന്നുണ്ട്, അത് തെറ്റൊന്നുമില്ല. അത് മാത്രമല്ല എയർ ഫ്ലോ ആണ് മെയിനായിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വെളിച്ചം, ഇതെല്ലാം വാസ്തുവിൻ്റെ കുറച്ചുകൂടെ നോക്കി നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അത് കാശിന് വേണ്ടിയുള്ളവരാവരുത്, നമുക്ക് പറഞ്ഞു തരുന്ന നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരുമാതിരിപ്പെട്ട ബിൽഡേഴ്സിനെല്ലാം ഇപ്പോൾ 1/4 പേർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. നമ്മളും വാസ്തു കൺസൾട്ട് ചെയ്യാറുണ്ട്. ചിലർക്ക് വാസ്തു കൺസൾട്ട് ചെയ്യാറുണ്ട്, ചിലർ വാസ്തു ഇല്ലാണ്ടും ചെയ്യാറുണ്ട്.